ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആൽഫ്രഡോ ചിക്കൻ പാസ്തയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ആക്കുക, വീഡിയോ ഫുള്ളായി കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാൻ വെക്കുന്നുണ്ട്. ഇതിനായിട്ട് ചിക്കൻ്റെ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഒരു 200-250 ഗ്രാം ചിക്കൻ ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്യാരറ്റിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അങ്ങനെ അത് വേവുമ്പോഴേക്കിൽ നമുക്ക് പാസ്ത റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ആൽഫ്രഡോ ചിക്കൻ പാസ്തയ്ക്ക് ഈ പാസ്ത തന്നെയാണ് എടുക്കൽ. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം. അപ്പം 2 കപ്പ് പാസ്ത എടുക്കാം. അങ്ങനെ അത് വേവിക്കാൻ വേണ്ടിക്ക് കുറച്ചധികം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിക്കൻ ഇവിടുന്ന് ആവുന്നുണ്ട്. അങ്ങനെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെച്ചിട്ട് പാസ്ത ഇട്ടുകൊടുക്കാം. പിന്നെ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിക്ക് ഒരു 1/2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്ക് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഓഫാക്കാം. അങ്ങനെ പാസ്തയും റെഡി ആയിട്ടുണ്ട്. പാസ്ത ഇതിൽ നിന്നുള്ള വേവ് മാത്രമേ ഉള്ളൂ. പിന്നെ സോസിലിട്ട് മിക്സാക്കിയാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റ് ആകുമ്പം തന്നെ കറക്റ്റ് വേവാവും. അപ്പോൾ കോരിയെടുക്കുന്നുണ്ട്. ഇനി സോസ് റെഡിയാക്കലാണ്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കരിയാതിരിക്കാനാണ് സൺഫ്ലവർ ഓയിൽ ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ സ്പീഡ് ചെയ്യണം. പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഫ്രഷ് ക്രീം ഫുള്ളായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം മിക്സാക്കിയിട്ട് ഒരു തട വരാൻ തുടങ്ങും. ആ തട വരുമ്പം നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റും ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 2 സ്ലൈസ്ഡ് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഒരു ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായി മിക്സാക്കിയിട്ട് സ്റ്റൗ ഓഫാക്കാം. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പം തിക്കിലാണെങ്കിൽ നമുക്കിതിലേക്ക് പാലോ അല്ലെങ്കിൽ ക്രീമോ ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. ഇനിയിപ്പം സെർവ് ചെയ്യലാണ്. ഈസി റെസിപ്പിയാണ്, സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ആക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്.